നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതല്പം കടന്നുപോയി. കവിതപ്പച്ചി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കവിതപ്പച്ചിക്ക് അതിൽ സന്തോഷിക്കാൻ ഒന്നുമില്ലെങ്കിൽ വിട്ടേക്കണം. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്ത് സുഖം അപ്പച്ചി നേടാൻ പോന്ന്? ഒരമ്മയുടെ വില അറിയാത്ത അവളോട് എന്ത് പറയാനാ മോനെ? വയറ്റിലൊരു കുഞ്ഞിനെയും പേറി അവള് നിൽക്കുന്നതെന്നുള്ള ബോധം പോലും അവക്ക് ഇല്ലാതെ പോയി. നീ അത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട. എല്ലാം നിശ്ചയിക്കുന്നത് ദൈവം, അല്ലാതെ മനുഷ്യരൊന്നും അല്ല. ഒരു ജീവൻ ഭൂമി പിറക്കണമെന്ന് യോഗം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. എനിക്കിത് ആദ്യത്തെ പ്രഗ്നൻസി ഒന്നും അല്ലെന്ന കവിതേച്ചി പറയുന്നത്. കുറച്ച് പ്രായം എനിക്കുണ്ടെന്നും ഗർഭം അലസി പോകാനുള്ള സാധ്യത കൂടുതലാണത്രേ. പിന്നെന്താ കവിത പറഞ്ഞത്? മടിക്കാതെ നീ പറ കാവേരി. നല്ല റെസ്റ്റ് എടുത്ത് കിട്ടിയ കുഞ്ഞിനെ പ്രസവിക്കാനാ നോക്കേണ്ടതെന്ന്. ഗർഭം ഒന്ന് കേട്ടപാടെ ആഘോഷിച്ച് കുഞ്ഞിനെ നഷ്ടമായാൽ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ലെന്ന കവിതേച്ചിയുടെ ഉപദേശം. ഉപദേശം കവിതയുടെ കയ്യിലിരുന്നാ മതി. അവളുടെ മനസ്സിൽ എന്താണെന്ന് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നത് ദൈവമാണെങ്കിൽ അതിന് ദൈവം ഞങ്ങളുടെ കൈകളിലും തരും. ഇനി അതല്ല സംഭവിക്കുന്നെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ ഭാഗ്യമില്ലാന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. മനസ്സുകൊണ്ട് കവിതേച്ചി ശപിക്കാതിരുന്നാ മതി. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നീ നന്നായി സൂക്ഷിച്ച മതി കാവേരി. പല കാര്യങ്ങളും ഓർത്ത് മനസ്സ് വേദനിച്ച് ഒരാഘോഷം വേണ്ടെന്ന് വെച്ചതാ ഞാൻ. ഇനി എനിക്കത് ആഘോഷിക്കണം മോനെ. എനിക്കത് കവിതയെ കാണിച്ചു കൊടുക്കണം. വേണ്ടതൊക്കെ ദിനേശ് അങ്കിൾ ചെയ്തോ. എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. ഇതിന് സ്വർണത്തിന്റെ വില മാത്രമേ ഉള്ളൂ. ഇതിന് പകരം സ്വർണം കൊടുത്ത് ഞാൻ ആ കടം വീട്ടി. ഇതിന് ജീവന്റെ വിലയാ. പകരം ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ ജീവനാണ്. നീ എന്റെ ജീവൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.